സംഭവങ്ങൾ എന്ന് പറഞ്ഞ സിനിമ നിങ്ങളെ കണ്ടിട്ടുണ്ടായിരിക്കാം, കണ്ടിട്ടില്ലായിരിക്കാം. കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് കാണരുത്, സ്പോയിലർ ഉണ്ടായിരിക്കും. ഞാൻ അതിനെക്കുറിച്ച് കണ്ടതിന് ശേഷം എനിക്കുണ്ടായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നതാണ്. ഞാൻ ചിന്തിച്ച കണക്ക് തന്നെയാണോ നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയത് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് എന്തായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മൂവി നല്ല രസമുള്ള സിനിമയാണ്. നമ്മൾ ഡാർക്ക് ഒക്കെ സീരീസ് കാണുന്ന കണക്കത്തൊരു സാധനം, മലയാളത്തിൽ എഴുതി തയ്യാറാക്കപ്പെട്ട സംവിധാനം ചെയ്യപ്പെട്ടൊരു സാധനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായത് നല്ലൊരു ക്ലാസിക് സാധനമാണ്. ഇത് അത് ഒരുപാട് ഇൻഫിനിറ്റ് ചാൻസുകളുണ്ട്, എത്ര നാളുണ്ടെങ്കിലും വലിച്ചു നീട്ടാൻ പറ്റും. അങ്ങനത്തെ കുറേ ഐഡിയാസ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെയാണെങ്കിൽ സാധനം കൊണ്ടുപോകാൻ പറ്റും. ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്, അത് പക്ഷേ ഇപ്പോൾ യൂട്യൂബിലൊന്നും അവൈലബിൾ അല്ല. അതിൽ നിന്നാണ് ഇത് ഇവോൾവ് ആയി വന്നത്. അത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇത് വലിയ ബജറ്റിലോട്ട് എടുത്ത് മാറ്റി എന്നാണ് അറിയുന്നത്. ഞാൻ അത് കണ്ടില്ല, എനിക്ക് കാണാൻ പറ്റില്ല. കാണാൻ സാധനം ഇപ്പോൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് കിട്ടിയില്ല, അവരെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നാണ് അറിഞ്ഞത്. പക്ഷേ അല്ലാത്ത സോഴ്സ് വഴിക്ക് ഇത് കാണാൻ പറ്റും. ബട്ട് വാട്ട് എവർ, ഇത് സിനിമയായിട്ട് കാണാൻ തന്നെയാണ് എനിക്കിഷ്ടം. ഞാൻ ഇത് തിയേറ്ററിൽ തന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. സൗണ്ട് എഫക്ട്സ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാട്ടിനകത്തുള്ള ഒരു സംഭവമാണ്. ഞാൻ കൂടെ സ്പോയിലർ ആയിരിക്കും. അപ്പം അതായത് ഇതിന്റെ കോൺസെപ്റ്റ് ടൈം ലൂപ്പും ടൈം ട്രാവലും ടൈം ജമ്പ്, പാസ്റ്റിലോട്ട് പോകുന്നു, ഫ്യൂച്ചറിലോട്ട് പോകുന്നു, അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ ഡയറ്റി ഒരു കാക്കയുടെ തലയുള്ള ഡയറ്റിയാണ്. ഈ ഡയറ്റി ആക്ച്വലി ഇതിനകത്ത് നമ്മൾ അതായത് നമ്മൾ ആ കാട്ടിനകത്ത് പെട്ട് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ആ ഡയറ്റി ഒരു ചാൻസ് കൊടുക്കുകയാണ്. അതായത് നമ്മുടെ പാസ്റ്റിലോട്ട് നമുക്ക് പോകാൻ പറ്റുന്നത്. അതിനകത്തുള്ള കോൺസെപ്റ്റിൽ ഇവരെല്ലാവരും ഇവരുടെ ചൈൽഡ്ഹുഡിലോട്ട് എത്തിപ്പെടുന്നുണ്ട്. ചൈൽഡ്ഹുഡിൽ ഇവർക്കുണ്ടായ ഏറ്റവും വലിയ ട്രോമ, ഏറ്റവും വലിയ പ്രശ്നം എന്താണോ അത് ഇവർ ഫേസ് ചെയ്യുന്നുണ്ട്. ഈ കഥാപാത്രങ്ങളിൽ മെയിൻ കഥാപാത്രങ്ങൾ രണ്ടുപേരും, അതായത് ആസിഫലിയുടെ അനിയനും. ഇതിൽ വിനീതിന്റെ സഹോദരിയെ നഷ്ടപ്പെടുന്നുണ്ട്. ഈ കാട്ടിനകത്ത് വെച്ച് എപ്പോഴും നഷ്ടപ്പെട്ടായിരിക്കും ആ കുട്ടി, കുട്ടിയായിരിക്കുന്ന വിനീതിന്റെ ചേച്ചീനെ വിനീത് കാണുന്നുണ്ട്. അപ്പം അത് ആക്ച്വലി നമുക്ക് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ മാറ്റാനുള്ള ഒരു അവസരം ഈ ഡിയറ്റി അതിനകത്ത് ഡയറക്റ്റ് ഇടപെടുന്നില്ലെന്നുണ്ടെങ്കിലും ആ ഒരു ചാൻസ് തരുന്നുണ്ട്. നമ്മുടെ ചോയ്സ് വെച്ചിട്ട് നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതെനിക്ക് അങ്ങനെ തോന്നാൻ കാരണം എന്ന് വെച്ചാൽ ഇതേ സെയിം സാധനം ആസിഫലിയുടെ അനിയന്റെ പ്രത്യേകത തന്നെ പുള്ളിയുടെ അച്ഛനില്ല വളർന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി ഇതേ കാട്ടി വെച്ച് അച്ഛനെ മീറ്റ് ചെയ്യും, പുറകോട്ട് പോയി, അതായത് ഒരു പോയിന്റിൽ ആ ഒരു ടൈം ലൈനിൽ എത്തും. അച്ഛനെ അവിടെ വെച്ച് കാണുകയും പുള്ളീനെ ആസിഫലി രക്ഷിക്കുകയും ചെയ്യും. അതിനുശേഷം ടൈം റീസെറ്റ് ആയിട്ട് റീസെന്റ് ഒരു സമയത്ത് വരുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി അതെല്ലാം ചേഞ്ച് ചെയ്യും. അച്ഛൻ കൂടെ ഉണ്ട്. അങ്ങനെ ഒരു സാധനത്തിലോട്ട് വരും. എന്നിട്ട് പുള്ളിയുടെ ലൈഫ് മൊത്തത്തിൽ മാറുകയാണ്. അതായത് നമുക്ക് ചോയ്സ് കിട്ടും. ഈ ഡയറ്റി നമുക്ക് അങ്ങനത്തെ ഒരു ചോയ്സ് തരുവാണെന്ന് എനിക്ക് തോന്നി. അതായിരിക്കാം ഇതിന്റെ കോൺസെപ്റ്റ് എന്ന് എനിക്ക് ലൈക്ക് എൻ്റെ പെർസ്പെക്റ്റീവിൽ എനിക്ക് തോന്നിയ കാര്യമാണ്. ബട്ട് വിത്ത് എ കോസ്റ്റ്, അതിനകത്തൊരു കോസ്റ്റ് ഉണ്ട്. നമ്മളൊരു ഡെത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡെത്ത് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും നമുക്ക് എന്നും എനിക്ക് ഫീൽ. കാരണം അച്ഛനെ രക്ഷിച്ചതിന് ശേഷം ആസിഫലി പിന്നെ ഫ്യൂച്ചറിൽ വരുമ്പോൾ ആസിഫലിയുടെ മോള് അവിടെ മരിച്ചു പോവുകയാണ്. അങ്ങനെ ഒരു ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ആസിഫലിക്ക് കുഞ്ഞ് ജനിക്കുന്നുള്ളൂ, അവസാനിക്കുന്ന സമയത്ത് മോള് മരിച്ചു, അച്ഛനുണ്ട്. അങ്ങനെ ഒരു സംഭവം. ഈ ഡെത്ത് സംഭവിച്ചിട്ട് എനിക്ക് തോന്നുന്നത് മേ ബി റീപ്ലേസ് ചെയ്യാൻ പറ്റില്ലെന്നും, പക്ഷെ നമുക്കൊരു ചോയ്സ് അവിടെ കിട്ടുകയും ചെയ്യുവാണ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ലൈഫ് മാറ്റാനുള്ള ഒരു ചോയ്സ്, അതായത് ചൈൽഡ്ഹുഡുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്റ്റോറി ആയിട്ട് എനിക്കിത് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ഐഡിയയാണ് കിട്ടിയത്? നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നിയെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം. എന്തായാലും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഇതിന്റെ ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ പാട്ടുകൾ ഇനിയും ഉണ്ടാവാം. കാരണം അത്രയും വലിയ സാധ്യതയുള്ള ഒരു സ്ക്രിപ്റ്റാണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് എന്ത് എഴുതി പിടിപ്പിക്കാം, ഇത് എങ്ങനെയാണ് മാറ്റാം, ഇതിനകത്ത് ആരെയും കൊണ്ടുവരാം. ഓസം സാധനമാണ്. അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും.